ഹലോ ICC T20 വേൾഡ് കപ്പിൻ്റെ രണ്ടാമത്തെ സെമിഫൈനൽ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്, അതും വാങ്കഡയിൽ. അപ്പം വാങ്കഡയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ICC സെമിഫൈനലൊക്കെ നടന്ന സമയത്തൊക്കെ തന്നെയും ഇന്ത്യക്ക് ഒട്ടുമിക്ക തവണയും നിരാശകൾ സമ്മാനിച്ചൊരു വെന്യൂ, അതാണ് വാങ്കഡ. അപ്പം അങ്ങനെ പറഞ്ഞ് തുടങ്ങുവാണെങ്കിൽ കൂടി തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു ലോകകപ്പിലെ ഫോം ഇന്ത്യക്കൊരു വെല്ലുവിളിയാകുന്ന രീതിയിലുള്ളൊരു ഫോമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ സ്ട്രോങ് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പറയുന്നത് ഇന്ത്യൻ ടീം തന്നെയാണ്. പിന്നെ ആശങ്കപ്പെടേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓരോ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടി ഒരു ടീമായിട്ടുള്ളൊരു കളക്റ്റീവ് പെർഫോമൻസ് കൊണ്ടല്ല അവരിവിടെ വരെ എത്തിയത്. അപ്പോൾ ഓരോ മാച്ചിലും ഓരോ മാച്ച് വിന്നേഴ്സാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. തുടക്കത്തിൽ USA മുതലുള്ള കളി എടുത്ത് നോക്കി ഇങ്ങ് വെസ്റ്റ് ഇൻഡീസ് വരെയുള്ള കളി നോക്കിക്കഴിഞ്ഞാൽ ടീം എന്ന നിലയിൽ ഒരു പരാജയം ഉറ്റുനോക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ രണ്ടുപേർ ഇവരായിരിക്കും ഇന്ത്യയെ മിക്കപ്പോഴും കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത്. അതായിപ്പം ഇഷാൻ കിഷൻ മുതൽ ഇവിടെ ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ വരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാറ്റേണിലാണ് ഇപ്പോഴത്തെ ഒരു ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായൊരു കാര്യം എന്ന് പറയുന്നത് സഞ്ജു ഫോമിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് സഞ്ജുവും ആർച്ചറും തമ്മിലുള്ളൊരു മാച്ചപ്പാണ്. അതായത് സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഒരു വീക്ക്നെസ് ഒക്കെ എക്സ്പോസ് ചെയ്ത ഒരു ബോളർ എന്നുള്ള നിലയിൽ കുറച്ച് ഫേമസ് ആയ ഒരു ബോളറാണ് ആർച്ചർ. അതായത് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ടൂറിൻ്റെ സമയത്ത് ബോഡി ലെന്ത് ബോളും ഷോർട്ട് ബോളും എറിഞ്ഞു കഴിഞ്ഞാൽ അത് സഞ്ജുവിൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് ക്ലിയർ ആയിട്ട് ബാക്കി ടീമുകൾക്ക് കാണിച്ചു കൊടുത്ത ഒരാൾ. അപ്പം അന്ന് നടന്ന 5 മത്സരങ്ങളിൽ ഏതാണ്ട് 51 റണ്ണോളമാണ് സഞ്ജു എടുത്തത്. അതിൻ്റെ അകത്ത് 26 റൺ എന്തോ ആണ് പുള്ളിയുടെ ആ ഒരു ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത്. അപ്പം 3 വട്ടം ഏതാണ്ട് പുള്ളി ആർച്ചറിന് വിക്കറ്റ് സമ്മാനിക്കുകയും ചെയ്തു, അതും ഒരേ സ്റ്റൈലിൽ തന്നെ. പിന്നെ ബാക്കിയുള്ള സമയത്ത് ഔട്ട് ആയപ്പോഴും ബാക്കിയുള്ള ബോളേഴ്സൊക്കെ ഇതേ ഐഡിയ തന്നെയാണ് പുള്ളി യൂസ് ചെയ്തത്. അതായത് മാർക്കൗട്ട് വന്ന് വിക്കറ്റ് എടുത്ത സമയത്ത് ഇതേ രീതിയിൽ തന്നെയാണ് പുള്ളിയെ ട്രാപ്പ് ചെയ്തത്. അപ്പം ലാസ്റ്റ് ഈഡൻ ഗാർഡൻസിൽ നടന്ന കളിയിൽ നമ്മൾ കണ്ടിരുന്നു ഈ ജേസൺ ഹോൾഡറും അതേ ഹൈറ്റിൽ അതേ രീതിയിൽ തന്നെ ബോൾ ഡെലിവറി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ബോളറാണ്. അപ്പം പുള്ളി ഇടയ്ക്കെറിഞ്ഞ 2-3 ഷോർട്ട് ബോളുകൾ, പിന്നെ അതുപോലെ തന്നെ ബോഡി ലെന്ത് ബോളുകളൊക്കെ പുള്ളി വളരെ ഫലപ്രദമായിട്ട് തന്നെ നേരിട്ടു. അപ്പം ഇന്ന് നടക്കുന്ന കളിയിലും അതെങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരാൾ ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് വിൽ ജാക്സ് ആണ്. പുള്ളി ഈ ഒരു ടൂർണമെൻറ്റിൽ സോഫാർ ഒരു 4 പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് എന്തെങ്കിലും നേടിക്കഴിഞ്ഞു. അതായത് സാധാരണ നമ്മൾ വിൽ ജാക്സ് അപ്പർ ഓർഡറിലാണ് ബാറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇപ്പം T20 ബ്ലാസ്റ്റ് ആണെങ്കിലും ഇടയ്ക്ക് നമ്മുടെ IPL പുള്ളി കളിച്ചപ്പോഴാണെങ്കിലും ഒരു അപ്പർ മിഡിൽ ഓർഡറിലാണ് പുള്ളി വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഇംഗ്ലണ്ടിന് പുള്ളി കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു മിഡിൽ ഓർഡർ സെറ്റപ്പിലാണ്. പിന്നെ പുള്ളി പാർട്ട് ടൈമായിട്ട് ബോളിംഗ് ചെയ്യും. അപ്പം പുള്ളിയുടെ ബാറ്റിങ്ങിനേക്കാളും കൂടുതൽ നമുക്ക് പേടിക്കേണ്ടിയിരിക്കുന്ന പുള്ളിയുടെ ബോളിംഗ് ആണ്. അതും അഭിഷേക് ശർമ്മയ്ക്ക് വീക്ക്നെസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ബോളിംഗ് സ്റ്റൈലാണ് പുള്ളിയുടെ. അപ്പം ഈ പവർ പ്ലേയിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉള്ള സമയത്ത് വിൽ ജാക്സും നമ്മുടെ സഞ്ജു ഇറങ്ങുന്ന സമയത്ത് ജോഫ്ര ആർച്ചറിനെ കൊണ്ടും പവർ പ്ലേയിൽ ഒന്നെങ്കിൽ വിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ റൺസ് തടയുക എന്നുള്ള രീതിയിലായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഇവരെ എത്രത്തോളം ഫലപ്രദമായിട്ട് നേരിടുന്നു, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ സഞ്ജു പവർ പ്ലേ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുമ്പോൾ സഞ്ജു പവർ പ്ലേ ക്രോസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് മികച്ചൊരു തുടക്കവും, പിന്നെ ബാക്കി വരുന്ന ബാറ്റ്സ്മാൻമാർ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ലൊരു സ്കോർ തന്നെ അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ രണ്ടാമതാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ വിക്കറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കണ്ട ഏകദേശം അതേ സ്റ്റൈലിലൊരു കളിയിലേക്ക് അല്ലെങ്കിൽ അതേ റിസൾട്ടിലേക്ക് തന്നെ പോകുമെന്നുള്ളൊരു ആശങ്ക. അപ്പം എന്തിരുന്നു കഴിഞ്ഞാലും നമുക്ക് ഇന്നത്തെ കളി കാത്തിരുന്ന് കാണാം. അപ്പം എൻ്റെ ഒരു സ്ട്രോങ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ തന്നെ ജയിക്കണം. ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് ഫൈനലിൽ വരണം. എന്തായാലും നമുക്ക് നോക്കാം. താങ്ക് യു.